സോ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഓൾമോസ്റ്റ് നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടി. ആമസോൺ അഫിലിയേറ്റിൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അക്കൗണ്ടിൻ്റെ ഓവർവ്യൂ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു പ്രോഡക്റ്റിനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മീൻസ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു ഹെൽപ്പിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അകത്ത് ഇവിടെ അഡ്വർടൈസിങ് ഫീസ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ്റെ അകത്ത് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. എത്രത്തോളം പെർസെൻറ്റേജസ് ആണ് നമുക്ക് ഓരോ പ്രോഡക്റ്റിന് കിട്ടുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾക്കിത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് സെല്ല് ചെയ്യുന്ന സംഭവങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചൊരു ഐഡിയ എടുക്കാം. മീൻസ് സ്ഥിരമായിട്ട് വിറ്റുപോകുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അതിൻ്റെ കുറച്ച് ഐഡിയ എടുക്കാം. പിന്നെ സീസണൽ പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും, അതിൻ്റെ കുറച്ച് ഐഡിയ എടുക്കാം. അപ്പോൾ സീസണൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ മറ്റേ AC പോലുള്ള ഐറ്റംസ് ഒക്കെയാണ്. അവന്മാർ അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെയധികം നല്ല രീതിയിൽ വിറ്റുപോകുന്നൊരു സാധനമാണ് AC എന്ന് പറയുന്നത്. നല്ല ചൂടാണ്, ഒരു രക്ഷയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സീസണൽ പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഈ കിച്ചൺ അപ്ലയൻസസ്, കിച്ചൺ ഹൗസ് വെയർസ്, ഫർണിച്ചർ ഇതെന്നൊക്കെ പറയുന്നത് സ്ഥിരമായിട്ട് വിറ്റുപോകുന്ന സാധനങ്ങളാണ്. കണ്ടിന്യൂസ് ആയിട്ട് അതിനൊരു മാർക്കറ്റ് അവിടെ ഉണ്ട്. ഓക്കെ, ഗ്രോസറി ആമസോൺ ഫ്രഷ് എന്ന് പറയുന്നത് മീൻസ് പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളാണ്. സോ ഇത് കൂടുതലും ഈ പറയുന്ന നമുക്ക് കേരളത്തിൽ അതിൻ്റെ ഒരു അവൈലബിലിറ്റി വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. മീൻസ് പച്ചക്കറി ഡെലിവറി ചെയ്യുന്നൊരു പ്രോസസ്സ് ചെന്നൈയിലൊക്കെ ആയിട്ടുണ്ട്, ഇവിടെ എനിക്ക് അത്ര ഇതില്ല, മീൻസ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഈ എക്കോ ആൻഡ് അലക്സ ഡിവൈസസ് ഒക്കെ ഇപ്പോൾ നമുക്കൊരു അവർ അതിൻ്റെ കമ്മീഷൻ കൂട്ടിയിട്ടേക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അത് സെല്ലാവാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് അത് അങ്ങനെ ഇട്ടിരിക്കുന്നത്. മീൻസ് അതിൻ്റെ കൗണ്ട് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെർ ഡേ നമുക്ക് സ്പീക്കേഴ്സ് വിറ്റ് പോകുന്നത് 500 എണ്ണമാണെന്നുണ്ടെങ്കിൽ എക്കോ അലക്സ പോലുള്ള ഡിവൈസുകൾ വിറ്റ് പോകുന്നത് 50 എണ്ണേ കാണത്തുള്ളൂ. അതാണ് ഡിഫറൻസ്. ഓക്കെ, ബേബി പ്രോഡക്ട്സ് നല്ലൊരു കാറ്റഗറിയാണ്. സോ ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും 2 കാറ്റഗറി നമുക്ക് ബെറ്റർ ആണ് എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ബേബി പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ബേബി പ്രോഡക്ട്സ്. അതുപോലെ തന്നെ മീൻസ് ഇവിടെ കിച്ചണിൻ്റെ അകത്ത് തന്നെ ഫർണിച്ചർ, ഔട്ട്ഡോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കിച്ചൺ അപ്ലയൻസസ് ആൻഡ് കിച്ചൺ ആൻഡ് ഹൗസ് വേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി മീൻസ് നമുക്ക് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റുന്ന, മീൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന അഫിലിയേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലായിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അടുത്തതെന്ന് പറയുന്നത് ഗ്രോസറിയാണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അടുത്തത് എക്കോ, അതും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അടുത്തത് ബേബി പ്രോഡക്ട്സ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. കാരണം ബേബി പ്രോഡക്ട്സിൻ്റെ ഒരു ഗുണം, മീൻസ് നമുക്ക് സെല്ല് ചെയ്യാനുള്ളതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേബി പ്രോഡക്ട്സിന് ഒരിക്കലും ഒരാൾ റേറ്റ് നോക്കില്ല. മീൻസ് ഒരു 50% ആൾക്കാരും ബേബി പ്രോഡക്ട്സ് നല്ല ക്വാളിറ്റി സാധനം നോക്കിയേ മേടിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ക്വാളിറ്റിക്കാണ് അവിടെ ഫാക്ടർ വരുന്നത്. അവിടെ ഈ പ്രൈസ് ഫാക്ടർ തന്നെയാണ്, പക്ഷേ കൺസിഡറേഷൻ കൂടുതൽ ആയിട്ട് ആൾക്കാർ ചെയ്യുന്നത് ക്വാളിറ്റിയിലാണ്. മീൻസ് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, മീൻസ് കുട്ടികളുടെ കാര്യമാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അതിനെ കൺസിഡർ ചെയ്യും. നല്ല പ്രോഡക്റ്റ് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് പ്രോഡക്റ്റിന് പ്രൈസ് കൂടുതലാണെങ്കിലും നമ്മളത് പ്രിഫർ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? സോ അതുകൊണ്ട് ബേബി പ്രോഡക്ട്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, അടുത്ത പറഞ്ഞാൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ആക്സസറീസ് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ ടഫ് പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പം മൊബൈലിൻ്റെ കേസ് തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം സൈറ്റുകളുണ്ടായിരുന്നു. സീനെറ്റ്, അതുപോലെ GSM മരീന, അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് നമുക്കുണ്ട്. അവരുടെയൊക്കെ ബാക്ക് ലിങ്ക് കൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിയാണ്. നമുക്ക് അവരെയൊക്കെ കോമ്പീറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 2 വർഷമൊക്കെ നമ്മൾ കട്ടക്കിരുന്ന് പണിയെടുക്കേണ്ടി വരും. മനസ്സിലായോ? സോ അതുകൊണ്ട് ഞാൻ പറയുന്നു, മീൻസ് നിങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്കൊരു സെയിൽസ് ജനറേറ്റ് ആവാൻ കാണണമെന്നുണ്ട്. മീൻസ് നിങ്ങൾക്കൊരു അഫിലിയേറ്റ് റവന്യൂ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരണം. ഇനിഷ്യൽ സ്റ്റേജ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു എമൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പ്രോഡക്റ്റ് ഇനിഷ്യലി ചൂസ് ചെയ്യാതിരിക്കുക. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു 10-15 ദിവസമൊക്കെ ആയിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ 1 മാസമായിട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു റവന്യൂ പോലും വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ ട്രാഫിക് വരുന്നില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന റിപ്പോർട്ട്സിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ടൂൾസിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം പേജിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓവർവ്യൂവിൻ്റെ അകത്ത് കാണിക്കുന്ന മീൻസ് ക്ലിക്സ് വന്നിട്ടില്ല, കൺവേർഷൻസ് ഇല്ല, ഒന്നുമില്ല എന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മടുപ്പ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ?
സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത് ഇവിടെ ഹെൽപ്പ് ഓക്കെ അഡ്വർടൈസിങ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന കോമ്പറ്റീഷൻ കുറവുള്ള പ്രോഡക്ട്സിനെ എടുത്ത് ഇനിഷ്യലി നമ്മൾ ചെയ്ത് നമുക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരും. ഓക്കെ, ഇത് ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ് വരും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ആക്സസറീസ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ. ഓക്കെ, മനസ്സിൽ നിന്ന് കളഞ്ഞേക്കുക. ഓക്കെ, അടുത്തത് ഹോം, ലാർജ് അപ്ലയൻസസ്, ബുക്സ്, ഓഫീസ് പ്രൊഡക്ട്സ്, പെറ്റ് പ്രൊഡക്ട്സ്, ടോയ്സ്. ഓക്കെ, ഇതൊരു ബെറ്റർ കാറ്റഗറിയാണ്. പെറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ കുറവുള്ള മീൻസ് കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് കോമ്പറ്റീഷൻ കുറവുള്ള ഒരു കാറ്റഗറിയാണ് പെറ്റ് പ്രോഡക്ട്സ്. അതുപോലെ തന്നെ ടോയ്സ്. ബേബി പ്രോഡക്ട്സ് ഇവിടെ സെപ്പറേറ്റ് ഒരു കാറ്റഗറി ഉണ്ട്. ബേബി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മീൻസ് അവർ യൂസ് ചെയ്യുന്ന മീൻസ് പൗഡേഴ്സ്, എണ്ണ, സ്നഗ്ഗി ഇതുപോലുള്ള സാധനങ്ങളാണ് ബേബി പ്രോഡക്ട്സിൻ്റെ അത് വരുന്നത്. ടോയ്സ് എന്ന് പറയുമ്പോൾ കൂടുതലും കളിപ്പാട്ടങ്ങളാണ്. സോ അതും ഈ പറഞ്ഞ പോലെയാണ്, ആൾക്കാർ പ്രൈസ് ഇച്ചിരി കൂടുതലാണെങ്കിലും മേടിക്കും. കുട്ടികൾക്കാണെന്നുള്ള ഒരു കൺസിഡറേഷനിൽ നമ്മൾ മേടിക്കും. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്ന ഒട്ടും ഇതൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ അല്ല. നമ്മളൊരു മീഡിയം റേഞ്ചിൽ ആമസോണിൽ നിന്നൊക്കെ ആ സംഭവങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്യണം. നിങ്ങളിപ്പോൾ വിചാരിക്കരുത് പാവപ്പെട്ടവരെങ്ങനെ അഫോർഡ് ചെയ്യും, ടോയ്സ് എങ്ങനെ മേടിക്കും. അവർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സാധ്യതകൾ വളരെ കുറവാണ്. നമ്മൾ ആ ഒരു ഓഡിയൻസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. അടുത്തൊരു കാറ്റഗറിയും നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന ഒരു കാറ്റഗറിയാണ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സംഭവം. കാരണം നമ്മളുടെ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മളുടെ നിറം ഇതാണ്. ഓക്കെ, അമേരിക്കക്കാരിവിടെ മീൻസ് അമേരിക്കക്കാരല്ല ഇംഗ്ലീഷുകാരിവിടെ വന്നിട്ട് പോയപ്പോൾ കുറേ ആൾക്കാർ അവരുടെ നിറം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മീൻസ് ശ്രമിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രീം ഇങ്ങനെ വെളുക്കണമെന്നുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങിയത്. മനസ്സിലാവുന്നുണ്ടോ? സോ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മീൻസ് ഓരോരുത്തരുടെ ചോയ്സാണ്. എങ്കിലും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയൊരു കാറ്റഗറി ഉണ്ട്. കറുത്തിരിക്കുന്ന എന്തോ പ്രശ്നമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വെളുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ഓഡിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെളുത്തിരുന്നിട്ടും വീണ്ടും വെള്ളപ്പാറ്റെ പോലെ ആകാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ഓഡിയൻസ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളപ്പാറ്റ എന്ന് പറഞ്ഞാൽ ഞാനൊരു ജെൻഡറിനെ ഒന്നും ഇത് വെച്ചിട്ടല്ല പറഞ്ഞത്. എല്ലാവരും ഇതൊക്കെ തന്നെയാണ്. മീൻസ് ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും ഇതേ സെയിം രീതിയിൽ അവർക്ക് വെളുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമുക്ക് അവർ നല്ലൊരു ഓഡിയൻസ് ആണ്. അവർ എന്ത് വെളുക്കുമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ചുണ്ട് ചുമന്നിരിക്കുമെന്ന് പറഞ്ഞാലും അവർ മേടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഓഡിയൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് കാശുണ്ടാക്കുക, അവരെന്ത് വേണേലും മേടിച്ചോട്ടെ, നമുക്കൊരു പ്രോബ്ലം അല്ല അത്. ഓക്കെ, അടുത്തത് ഹെൽത്ത് ആൻഡ് പേഴ്സണൽ കെയർ അപ്ലയൻസസ്. സോ ഇപ്പം കൊറോണയ്ക്ക് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഈ പറയുന്ന ഒരു കാറ്റഗറിയിൽ ആൾക്കാർ മീൻസ് ഹെൽത്ത് ആൻഡ് പേഴ്സണൽ കെയറിൻ്റെ കാറ്റഗറിയിൽ വരുന്ന കുറേ സംഭവങ്ങളൊക്കെ മീൻസ് സപ്ലിമെൻറ്റ്സ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാർ മേടിക്കാറുണ്ട്. എങ്കിലും അത് അത്ര ഒരു എന്താണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ആണ്. എന്തെങ്കിലും ഒരു രീതിയിൽ അതിൻ്റെ അകത്ത് കണ്ടന്റ്സിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്ത് എന്തിൻ്റെ ആവശ്യമാണ്? നമുക്കറിയാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് മീൻസ് മനസ്സിലാക്കണം. പക്ഷേ അത് നമ്മൾ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. സോ അത് നമ്മൾ തൊടാതിരിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അടുത്തത് സ്മാർട്ട് വാച്ച്. ഈ ഒരു കാറ്റഗറി നമുക്ക് വിടാം. അടുത്ത ബൈസൈക്കിൾസ് ആൻഡ് ജിം എക്യുപ്മെന്റ്സ്, ടയേഴ്സ് ആൻഡ് റിംസ്. ഇത് നമുക്ക് മീൻസ് എന്താണ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ എന്താണ് ഓൾമോസ്റ്റ് ഭയങ്കര ഒരു വലിയ ഓഡിയൻസ് ഇതിൻ്റെ അകത്തില്ല. ബൈസൈക്കിളൊന്നും ആൾക്കാർ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന കാലം മീൻസ് ഇല്ല. ആൾക്കാർ അങ്ങനെ ഓൺലൈനിൽ മേടിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ അവർ ഡിക്കാത്തലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെക്കാത്തലോണൊക്കെ പോയായിരിക്കും മേടിക്കുന്നത്. ആമസോണിൽ നിന്ന് മേടിക്കുന്നതൊക്കെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഹെവി ജിം എക്യുപ്മെന്റ്സ് ഒക്കെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യത്തില്ല. ആൾക്കാർ അല്ലാതെയുള്ള ഹോൾസെയിൽ ഇതിൽ പോയിട്ടാണ് മേടിക്കുന്നത്. സോ ഈ ഒരു കാറ്റഗറി ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. അടുത്തതെന്ന് പറയുന്നത് ജുവലറി എന്ന് പറയുന്നത് എക്സ്ക്ലൂഡിങ് സിൽവർ ആൻഡ് ഗോൾഡ് കോയിൻസ് ആണ്. ഡാറ്റ സ്റ്റോറേജ് ഡിവൈസസ് മീൻസ് ഇതിൻ്റെ അകത്തും നമുക്ക് നല്ലൊരു ഓഡിയൻസ് ഉണ്ട്. ബട്ട് അത് ഡിസൈൻസിനെയൊക്കെ കൺസിഡർ ചെയ്തിരിക്കും. പക്ഷെ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് മീൻസ് അഡ്വർടൈസിങ് റേറ്റ് എന്ന് പറയുന്നത് 2% ഉള്ളൂ. സോ നമുക്കത് എത്രത്തോളം സെല്ല് ചെയ്താലായിരിക്കും ഒരു പ്രോഡക്റ്റ് 300 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കമ്മീഷൻ 6 രൂപയാണ്. സോ അത് ആ 6 രൂപ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കണമെന്നില്ല. സോ അതും നമുക്ക് മാറ്റി നിർത്താം. മൊബൈൽ ഫോൺസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. സിൽവർ ആൻഡ് ഗോൾഡ് കോയിൻസ് ഞാൻ കൺസിഡർ ചെയ്യിപ്പിക്കുന്നില്ല. ബിൽ പേയ്മെന്റ്സ് ആൻഡ് റീചാർജ് നോ കൺസിഡറിങ് മീൻസ് അതൊന്നുമില്ല. ഓൾ അതർ കാറ്റഗറീസ് നമ്മൾക്ക് ഇതും ഈ പറയുന്ന
കാറ്റഗറിയിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു 3 to 4 കാറ്റഗറീസ് എന്ന് പറയുന്നത് കിച്ചൺ അപ്ലയൻസസ്, കിച്ചൺ ആൻഡ് ഹൗസ് വെയർസ് 1. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബേബി പ്രോഡക്ട്സ് ആണ് 2. അതിൻ്റെ അടുത്ത മീൻസ് സ്പോർട്സ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് സ്പോർട്സ്. പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള നമുക്കൊരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ SEO അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ സെറ്റായിട്ട് നമുക്കൊരു ഫോളോവർ കൗണ്ടൊക്കെ വേണം. സ്പോർട്സ് എന്ന് പറയുമ്പം അങ്ങനെ ഒരു നമ്മളൊരു സ്പോർട്സ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാം സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്. ഞാൻ കുറച്ച് ഫിസിക്കലി ഫിറ്റ് ആണ്, ഇതൊക്കെ സ്പോർട്സ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മേടിച്ചെന്നിരിക്കും. സോ ഇതിന് ലീസ്റ്റ് ചാൻസ് കൊടുത്താൽ മതി. ബട്ട് ബേബി പ്രോഡക്ട്സ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അടുത്തതെന്ന് പറയുന്നത് പെറ്റ് പ്രോഡക്ട്സ് ആണ്. പെറ്റ് പ്രോഡക്ട്സും അതുപോലെ തന്നെ ടോയ്സ് ആണ്. നിങ്ങളിത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബുക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബട്ട് ഒരു ഓഡിയൻസിന്റെ കൗണ്ട് കുറവാണ് എങ്കിലും ബുക്സ് നല്ലൊരു കാറ്റഗറിയാണ്. കുറച്ച് വിവരമുള്ള ആൾക്കാരൊക്കെ ഇപ്പം മീൻസ് കൂടുതലും ആൾക്കാർ ഇപ്പം ബുക്സ് ഒക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബുക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യാം. നിങ്ങൾക്ക് ഈ ബുക്കിനകത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ടോപ്പ് 5 പോയിന്റ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മറ്റേ സ്ലൈഡിൽ പോസ്റ്റ് ആയിട്ടിടാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഫോളോവർ കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ലിങ്ക് ട്രീ എന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോം ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ലിങ്ക്സ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. സോ ബുക്സും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പെറ്റ് പ്രോഡക്ട്സ് ആൻഡ് ടോയ്സ്. ഞാനിപ്പോൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കിച്ചൺ അപ്ലയൻസസ്, കിച്ചൺ ആൻഡ് ഹൗസ് വെയർസ്, പെറ്റ് പ്രോഡക്ട്സ്, ടോയ്സ്, ബേബി പ്രോഡക്ട്സും ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. മതി. സോ ഇത്രയും കാറ്റഗറിയാണ് നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നത്. കിച്ചൺ ഹൗസ് വെയർസ്, ബേബി പ്രോഡക്ട്സ്, സ്പോർട്സ് നമുക്ക് മീൻസ് വേണ്ട. അതുപോലെ തന്നെ ബുക്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. പെറ്റ് പ്രോഡക്ട്സ്, ടോയ്സ്, ഇത്രയും മതി. 1, 2, 3, അടുത്തത് ബേബി പ്രോഡക്ട്സ് 4, കിച്ചൺ അപ്ലയൻസസ് 5, 6 എണ്ണം മാക്സിമം 5. ഓക്കെ, കിച്ചൺ ഇതിൻ്റെ നമുക്ക് ഒറ്റ എണ്ണമായിട്ട് കൂടാം. മാക്സിമം 5 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇത് വെച്ചിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ ഇനി ബാക്കിയുള്ള റിസർച്ച് ചെയ്യാൻ പോകുന്നത്, എന്ത് പ്രോഡക്റ്റ് ഞാൻ ചെയ്യണമെന്നുള്ളത്. സോ ഞാനൊരു എക്സൽ ഷീറ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. എക്സൽ ഷീറ്റ് അല്ല, ഞാനൊരു ഗൂഗിൾ ഷീറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. സോ എന്നിട്ട് ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്ന കാറ്റഗറീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്കിതെല്ലാം ഡോക്യുമെൻറ്റേഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ് റിസർച്ച്. ഓക്കെ, ഞാൻ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് കാറ്റഗറീസ് ആണ്. കാറ്റഗറീസ്. ഓക്കെ, ഞാൻ അതും കൊടുത്തു. ഞാൻ എന്നിട്ട് എൻ്റെ മുഖം ഞാൻ പിടിച്ച് പറമ്പിലോട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാണ്. കിച്ചൺ പ്രോഡക്ട്സ് ആൻഡ് കിച്ചൺ ഹൗസ് വെയർസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഞാനിവിടെ ജസ്റ്റ് എടുക്കുവാണ്. ഓക്കെ, ഞാൻ ഒരെണ്ണം എടുത്തു, ജസ്റ്റ് ഒന്ന് എടുത്തു. അതിനുശേഷം സെക്കൻഡ് വൺ ഈസ് ഏതായിരുന്നു, ബേബി പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഞാനിവിടെ എടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ബേബി പ്രോഡക്ട്സ് എടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ പെറ്റ് പ്രോഡക്ട്സ് ആൻഡ് ടോയ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഞാൻ ഇവിടെ എടുക്കുന്നു. പെറ്റ് പ്രോഡക്ട്സ് അവിടെ കിടക്കട്ടെ, നമുക്ക് ടോയ്സിനെ വെട്ടി നമുക്ക് താഴെ ഇടാം. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് വേറൊരു കാറ്റഗറിയിലോട്ട് പോകാൻ പറ്റുന്നത്, നമ്മൾ വേറൊന്നോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. കിച്ചൺ. ഓക്കെ, ഇത് ബേബി പ്രോഡക്ട്സ് 3, പെറ്റ് പ്രോഡക്ട്സ് 4, ടോയ്സ് 5. സോ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാറ്റഗറീസ്. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് റിസർച്ച് നമ്മൾ ചെയ്ത് നോക്കണം. ഓരോ പ്രോഡക്റ്റിൻ്റെ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കിച്ചൺ അപ്ലയൻസസ് ആണെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എന്ത് പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ കിച്ചൺ ആൻഡ് ഹൗസ് വെയർസിൻ്റെ അകത്ത് എന്ത് കാറ്റഗറിയാണ് ഉള്ളതെന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ കിച്ചൺ അപ്ലയൻസസ് ആൻഡ് കിച്ചൺ ഹൗസ് വെയർസ്. ഓക്കെ, സോ അത് നമുക്ക് ജസ്റ്റ് നമ്മളുടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളുടെ ഞാൻ ആമസോണിലോട്ട് ഞാൻ വീണ്ടും ഒന്ന് പോവുകയാണ്. ആമസോണിൻ്റെ അകത്ത് ഞാൻ വന്നു. അതിനുശേഷം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്
അതെ നമുക്കിവിടെ ഇവിടെ നമ്മുടെ സംഭവം നമുക്കിവിടെ അഫിലിയേറ്റിൻ്റെ സംഭവം നമുക്കിവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് സീനൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ സാധനം ഒന്ന് എടുത്ത് മാറ്റി വെക്കട്ടെ, റെക്കോർഡ് ചെയ്യുന്ന സാധനം. സോ കണ്ടോ, ആമസോൺ അഫിലിയേറ്റ് ഇവിടെ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക്സ് എടുക്കാനുള്ള ഓപ്ഷൻസും എല്ലാം അവൈലബിൾ ആണ്. സോ എന്ത് പ്രോഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എടുത്തിട്ട് എങ്ങനെയാണ് ലിങ്ക് എടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, സോ ഞാനിവിടെ ഇനി എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിന് കുറച്ചുകൂടെ ഒന്ന് എവിടെയെങ്കിലും പോയി ഇരിയടാ, ഒരു സ്ഥലത്ത് വെച്ച് അവിടെ ഇരിക്കും പറഞ്ഞു തരണം, അവിടെ ഇരി. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറീസ് ഞാൻ എടുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പോകുന്ന കാറ്റഗറി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കിച്ചൺ ആൻഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. എവിടെടാ അത്, എവിടെ ഒരുമാതിരി പരിപാടി കാണിക്കില്ലേ? കിച്ചൺ എന്ന് പറയുന്ന കാറ്റഗറി, ഓൾ കാറ്റഗറി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാം. കിച്ചൺ ആൻഡ് ഹോം ആൻഡ് കിച്ചൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമുക്കിവിടെ ഉണ്ട്. സോ ഞാനത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഒരു പ്രോഡക്റ്റ് ഞാൻ സെർച്ച് ചെയ്യാം. ഓക്കെ, കിച്ചൺ പ്രോഡക്ട്സ്. ഓക്കെ, കിച്ചൺ പ്രോഡക്ട്സ് എന്ന് എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പ്രോഡക്ട്സ് നമുക്കിവിടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മറ്റേ കുറേ ട്രേ പോലത്തെ സാധനം, അതുപോലെ പ്ലാറ്റിനം മറ്റേ ചട്ടി, ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ എന്താണ് സ്ട്രെയിനർ. ഇവന് വലിയ ശല്യം തന്നെ നീ കേട്ടോ, അവിടെ ഇരിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, സോ അടുത്തത് നമുക്ക് ഇപ്പം ക്ലേസിഡ് ഫുഡ് സ്റ്റെയിനർ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കമ്മീഷൻ കിട്ടും എന്നുള്ള ഒരു ഫാക്ടറും കൂടെ നിങ്ങൾ നോക്കേണ്ടതാണ്. സോ ഞാനിവിടെ നമുക്ക് ഇവിടെ ഒരു ഇതും കൂടെ നമ്മൾക്ക് ആഡ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്മീഷൻ റേറ്റ് ഞാനിവിടെ ആഡ് ചെയ്യണം. ഓക്കെ, 6% ആണ് നമ്മളുടെ കിച്ചൺ പ്രോഡക്ട്സിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 6%. ഇവിടെ നമുക്ക് കാറ്റഗറി ദെൻ ദിസ് കമ്മീഷൻ. ഓക്കെ, ഇവിടെ 6% ആണ് നമുക്കിവിടെ കമ്മീഷനായിട്ട് വരുന്നത്. അടുത്തത് നമ്മളുടെ ബേബി പ്രൊഡക്ട്സിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 6% ആണ്. ദാറ്റ്സ് ഗ്രേറ്റ് ആക്ച്വലി. അപ്പോൾ അതും നമ്മൾ ഇവിടെ വീണ്ടും നമ്മൾ ഇവിടെ കൊടുക്കുക. അടുത്തത് പെറ്റ് പ്രോഡക്ട്സിൻ്റെ നമുക്ക് നോക്കേണ്ടത്, പെറ്റ് പ്രോഡക്ട്സിന് 5% കമ്മീഷനാണ്. പെർ 5% കമ്മീഷനാണ്. അടുത്തതിനും നമുക്ക് 5% കമ്മീഷനാണ്. ഓക്കെ, സോ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന പ്രോഡക്ട്സിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടി. സോ നിങ്ങൾക്ക് ഒരു സെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മിനിമം പ്രോഫിറ്റ് എത്ര വരണമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇപ്പം നിങ്ങളിപ്പോൾ പെയ്ഡ് പ്രൊമോഷൻസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലിക്ക് മിനിമം ഒരു 15 രൂപയാകുന്നുണ്ട്. ഒരു ക്ലിക്കിൽ ചിലപ്പോൾ സെയിൽ നടന്നില്ലെന്ന് വരാം. ചിലപ്പോൾ 3 ക്ലിക്കിൽ നിങ്ങൾക്ക് ഒരു സെയിൽ സംഭവിക്കാം. അപ്പോൾ 45 രൂപ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ അങ്ങനെയുള്ള പ്രോഡക്ട്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. കോമ്പറ്റീഷൻ കുറവുള്ള എന്നാൽ കുറച്ച് പ്രോഫിറ്റ് മാർജിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവണം, അല്ലെങ്കിൽ നമുക്കിത് ഒരു രക്ഷയും കിട്ടത്തില്ല, നമുക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കാറ്റഗറിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കിച്ചൺ ആൻഡ് ഹോം അപ്ലയൻസസ് ഉണ്ട്, ലാർജ് അപ്ലയൻസസ് ഉണ്ട്, കിച്ചൺ ആൻഡ് ഡൈനിങ് ഉണ്ട്. സോ ഒരുപാട് കാറ്റഗറീസ് ഇവിടെ ഉണ്ട്. ഫർണിച്ചർ, ഹോം ഡെക്കർ, ഹോം ഇംപ്രൂവ്മെൻറ്റ്, സ്റ്റോറേജ് ആൻഡ് ഓർഗനൈസേഷൻ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വിത്ത് 4 സ്റ്റാർ റേറ്റിംഗ് എങ്കിലും ഉള്ള സംഭവങ്ങൾ മാത്രം എനിക്ക് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ അതിവിടെ കൊടുത്തു. അതിനുശേഷം എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ പ്രൈസ് എബോവ് 3000 ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം എനിക്ക് കണ്ടാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഫിൽറ്ററും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. സോ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് ഇനിയിപ്പം ഓൾമോസ്റ്റ് 3000 എന്ന് പറയുന്ന, ഇപ്പം നമുക്ക് മിനിമം ഇത് വേണ്ട, നമുക്ക് മാക്സിമം നമുക്ക് ഒരു 10,000 വരെ പോവാം. മിനിമം നമുക്ക് 3000. ഓക്കെ,
സോ ഞാനതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. സോ ഓൾമോസ്റ്റ് മിനിമം ഈ പറയുന്ന ഇവൻ എന്തിൻ്റെ കാര്യത്തിനാണ് ഇവിടെ കയറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ 3000 കൊടുത്തിരിക്കുന്നത്. അപ്പോഴും അവരുടെ മിസ്റ്റേക്കാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തെ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് റിവ്യൂസ് നമുക്ക് വേണം. 4 സ്റ്റാറെങ്കിലും മിനിമം റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റ്സ് ഞാൻ എടുക്കുന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് വിക്ടോറിയ കിച്ചൺ പ്രോഡക്റ്റ് ടോഫി നട്ട് ഗ്യാസിൽ ഇതെന്താണ് സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. സോ കിച്ചൺ പ്രോഡക്റ്റ്സ് സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കിച്ചണിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, കാരണം പ്രോഡക്റ്റ് ഒക്കെ ചൂസ് ചെയ്യുമ്പോഴേ. അതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ഐസ് ബാൾ മേക്കർ ഒരു നല്ലൊരു സംഭവമായിരിക്കും. 6432 റുപ്പീസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്കൊരു 400 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ഒരു സെയിലിൽ. സോ അങ്ങനെയാണ് 6% ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കുറച്ച് കണക്കിൻ്റെ ഒരു കാൽക്കുലേഷനും കൂടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് മീൻസ് റേറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റീഷനും കൂടാനും പാടില്ല. അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട് കേട്ടോ. സോ ഇതിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ മറ്റേ വാഷ് ബേസിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കടയിൽ പോയി മേടിക്കുന്ന സാധനങ്ങളാണ്. സോ ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് യൂസ് ഇല്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഓക്കെ, അടുത്തത് നമുക്ക് ഫ്രൈ പാനും സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഇത് നമുക്കൊരു യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ബട്ട് നമുക്ക് നോക്കാം, നമുക്ക് വേറെ കുറച്ച് പ്രോഡക്റ്റ്സ് കൂടെ നോക്കിയിട്ട് നമുക്ക് പ്രോഡക്ട്സിൻ്റെ ലിങ്ക് നമുക്ക് എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ടെക്സ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റോറേജ് ID ഏത്തിസ്റ്റ് അഗോരി ആണോ? അതെ, 21 ഗെറ്റ് ലിങ്ക്. സോ ഈ ലിങ്കാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു അഫിലിയേറ്റ് ലിങ്കാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ടാണ് പോകുന്നത്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ത്രൂ ആണ് ഈ ഒരു പേജിലോട്ട് ആൾക്കാർ വരുന്നത്. സോ ഈ ഒരു പേജ് മൊത്തമായിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം, അതിൻ്റെ സീനൊന്നുമില്ല. ഈ ഒരു പേജ് നിങ്ങൾക്ക് മൊത്തമായിട്ടും പ്രൊമോട്ട് ചെയ്യാം. ഒരു പ്രോഡക്റ്റ് എടുത്ത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. ഈ ഒരു പേജ് മൊത്തമായിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഈ പേജിൻ്റെ അകത്ത് വിസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓൾമോസ്റ്റ് 15 to 30 ഡേയ്സ് നിങ്ങൾക്ക് ടൈമുണ്ട്. അതിനുള്ളിൽ അവൻ ഇതിൻ്റെ അകത്ത് കയറി പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പേജിൻ്റെ മൊത്തത്തിലുള്ള ലിങ്കാണ് ഞാനിപ്പോൾ ഇവിടുന്ന് എടുത്തത്. നിങ്ങൾ ഓൾമോസ്റ്റ് അഫിലിയേറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം ഇവിടെ സ്ട്രൈപ്പ് ഇവിടെ ഇത് വന്നിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഇപ്പുറത്ത് ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് ഷോർട്ട് ചെയ്ത് ലിങ്ക് കിട്ടും. ഫുൾ ലിങ്കാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ലിങ്ക് ആയിട്ടും കിട്ടും. മനസ്സിലായോ? ഷോർട്ട് ലിങ്ക്, ഫുൾ ലിങ്ക്. മനസ്സിലാവുന്നുണ്ട്? ഞാൻ ഷോർട്ട് ലിങ്കാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഷോർട്ട് ലിങ്ക് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. വലിയ ലിങ്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ പേടിച്ചു പോകും. ഓക്കെ, സോ ഇത് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത് മറ്റേ ഒരു ഐസ് ബാളിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അതെ, ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. സോ ഇതാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ വന്നതിന് ശേഷം ചെയ്യേണ്ടത് ഞാനിവിടെ പോയിട്ട് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ലിങ്ക് എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ലിങ്ക് ഞാൻ എടുത്തു. ഈ ലിങ്കാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതെങ്ങോട്ടായിരിക്കും പോകുന്നത്? ഈ ലിങ്ക് പോകുന്നത് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പേജിലോട്ടായിരിക്കും. അത് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ്. മറ്റേതെന്ന് പറയുന്നത് ഞാൻ ആ ഒരു പർട്ടിക്കുലർ പേജിൻ്റെ പ്രോഡക്റ്റ് ലിങ്കാണ് ഞാൻ എടുത്തത്. എവിടെ? ഈ ഒരു പർട്ടിക്കുലർ പേജിൻ്റെ മൊത്തത്തിലുള്ള ഒരു അഫിലിയേറ്റ് ലിങ്കാണ് ഞാൻ എടുത്തത്. അത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം നിങ്ങളുടെ അഫിലിയേറ്റിൻ്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പ്രോഡക്റ്റ് പേജിൽ പോയിട്ട് ഡീറ്റെയിൽഡ് പേജിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ലിങ്ക് എടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. സോ അഫിലിയേറ്റിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ കാറ്റഗറീസ് ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ നോക്കിയത് ടോപ്പായിട്ടുള്ള കമ്മീഷൻസ് ഇട്ടിട്ടുള്ള നമ്മളുടെ പ്രോഡക്ട്സ് മീൻസ് കാറ്റഗറീസ് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മളിപ്പോൾ നോക്കിയതെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് റിസർച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിങ്ക് എങ്ങനെ എടുക്കാം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് റിസർച്ച് കുറച്ചും കൂടെ വളരെ ഭീകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യണം. പ്രോഡക്റ്റ് റിസർച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് നമ്മളുടെ ഗൂഗിൾ കീവേഡ് പ്ലാനർ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിൾ ട്രെൻഡ്സ് നമുക്ക് യൂസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെയും സലാം. സുലാൻ